വൈറ്റമിൻ ഡി എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കണം എന്നുണ്ടെങ്കിൽ 11 മണി മുതൽ 3 മണി വരെ സമയത്ത് രാവിലെ അല്ല, അതിരാവിലെ അല്ല, 11 to 3 PM ആ സമയത്ത്, അതായത് നമ്മളെക്കാട്ടിലും നമ്മുടെ പൊതുവേ പറഞ്ഞു കേൾക്കുന്നത് അതിരാവിലത്തെ വെയില്, ഈവനിങ് ഉള്ള വെയില് എന്നൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ല, തെറ്റിദ്ധാരണ ഒത്തിരി ഉണ്ട്. ഇപ്പം അങ്കമാലി അപ്പോളോ ആട്ലക്സ് ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ സുനിലാണ്. ഇപ്പൊ ഇദ്ദേഹം സൂചിപ്പിച്ച ആർത്തവ വിരാമത്തോടനുബന്ധിച്ചിട്ടുള്ള ഓസ്റ്റിയോപൊറോസിസ്, അതിനൊരു പ്രധാന കാരണം സാറേ നമ്മൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ കാൽഷ്യത്തിന്റെ കുറവൊക്കെ ആയിരിക്കില്ലേ? അപ്പോൾ അതൊരു പ്രായം ആകുമ്പോഴേക്കും ആയിരിക്കില്ലേ അത് നമുക്ക് അസുഖമായി റിഫ്ലക്ട് ചെയ്ത് തുടങ്ങും. അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഒരു പ്രാധാന്യം അത് നമ്മൾ അത്ര എല്ലാവരും സാധാരണമായി അത് ചെക്ക് ചെയ്തോണമെന്നുമില്ല. അപ്പോൾ ആ ഒരു ഘടകത്തെ കുറിച്ച് ഒന്ന് പറയാമോ? അല്ല, ഇത് വളരെ ഞാൻ എന്നും കാണുന്ന യാഥാർത്ഥ്യമാണ്. നമ്മുടെ OPയിൽ വരുന്ന 4-1 പേഷ്യന്റ് രോഗികൾ അവർക്ക് ഈ അൺഎക്സ്പ്ലെയിൻഡ് ബാക്ക് പെയിനിൽ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ ഒന്നുകിൽ 20 വയസ്സിന് താഴെയുള്ള സ്ത്രീകളോ പെൺകുട്ടികളോ ആൺകുട്ടികളോ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഈ ആർത്തവവിരാമം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീകളുടെ ഒരു കൂട്ടമുണ്ട്, അല്ലെങ്കിൽ വയോധികർ. ഈ 3 പേർക്കും കാണുന്ന ഒരു തരം ബാക്ക് പെയിൻ, ആ ബാക്ക് പെയിനിന് അന്തമില്ല, ആദിയില്ല, എപ്പോൾ നോക്കിയാലും വേദന ഉണ്ടാവും, ഏത് പ്രവൃത്തി ഇല്ലായ്മയിലും വേദന ഉണ്ടാവും. ബ്ലഡ് ടെസ്റ്റ് എല്ലാം നോർമലായിരിക്കും, എക്സ്റേ നോർമലായിരിക്കും, MRIയിൽ ഡിസ്ക് കാണത്തില്ല. അപ്പോൾ ഡോക്ടറിനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ബാക്ക് പെയിൻ. അതേ സമയത്ത് ഈ പേഷ്യൻസിന് ആ വേദന വിട്ടു മാറുന്നുമില്ല. അപകർഷതാബോധം, മാനസിക സമ്മർദ്ദം, വേദന കഴിച്ചിട്ടും കുറയുന്നില്ല, ഫിസിയോതെറാപ്പി ചെയ്ത് കുറയുന്നില്ല. അങ്ങനത്തെ ബാക്ക് പെയിൻ ഉള്ള പേഷ്യൻസിൽ നമ്മൾ ബ്ലഡിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ഒരു പ്രത്യേകതരം എൻഡൈറ്റി ഉണ്ട്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. ഡോക്ടർ, വൈറ്റമിൻ ഡിയുടെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരുന്നു, ഒന്ന് വിശദമാക്കാമോ? നമുക്കൊരു പൊതുവെ ഒരു ധാരണയുണ്ട് വൈറ്റമിൻ ഡി എല്ലാവർക്കും ഉണ്ടായിരിക്കും, അപ്പോൾ പ്രത്യേകിച്ച് ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല എന്ന്. പക്ഷെ അത് ശരിയാണോ സർ? വൈറ്റമിൻ ഡിയെ പറ്റി ഒത്തിരി മിഥ്യാധാരണകളുണ്ട്. അത് ആദ്യം മുതലേ പറയാം. വൈറ്റമിൻ ഡി എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കണം എന്നുണ്ടെങ്കിൽ 11 മണി മുതൽ 3 മണി വരെ സമയത്ത് രാവിലെ അല്ല, അതിരാവിലെ അല്ല, 11 to 3 PM ആ സമയത്ത്, അതായത് നമ്മളെക്കാട്ടിലും നമ്മുടെ പൊതുവേ പറഞ്ഞു കേൾക്കുന്നത് അതിരാവിലത്തെ വെയില്, ഈവനിങ് ഉള്ള വെയില് എന്നൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ല, തെറ്റിദ്ധാരണ ഒത്തിരി ഉണ്ട്. ഇപ്പോൾ നമ്മളെക്കാട്ടിലും നമ്മുടെ നിഴലിന് ഉയരം കുറഞ്ഞ അവസ്ഥ ഉള്ള സൂര്യപ്രകാശം എപ്പോൾ നമ്മുടെ ശരീരത്തിൽ പതിക്കുന്നോ ആ സമയത്ത് അൾട്രാവയലറ്റ് B രശ്മികൾ നമ്മുടെ ത്വക്കിൽ പതിക്കുമ്പോഴാണ് വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം ഉണ്ടാകുന്നത്. ഈ വൈറ്റമിൻ ഡി രക്തത്തിൽ വഴി നമ്മുടെ സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ ഉദരത്തിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ കാൽസ്യം ഉണ്ടെങ്കിൽ ആ കാൽസ്യത്തിനെ പറക്കിയെടുത്ത് കൊണ്ടുപോയി എല്ലിൽ നിക്ഷേപിക്കുന്ന ജോലിയാണ് വൈറ്റമിൻ ഡിയുടെ ജോലി. അത് അവന് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവന് കറക്റ്റായിട്ടുള്ള ലെവൽ വേണം. ഈ ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് 30 നാനോഗ്രാം/ml മുകളിലായിരിക്കണം എന്നുള്ളതാണ് നോർമൽ ലെവൽ, 30 to 100. പക്ഷെ പലർക്കും ഉള്ള ലെവൽസ് എന്ന് പറഞ്ഞാൽ കേട്ടാൽ ഭീതി തോന്നും. 8, 5, 6 പല രോഗികളും കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ കാൽസ്യം എല്ലിൽ കയറാത്തത് കൊണ്ട് എല്ലിൻ്റെ ബലം കുറയുന്നു. ഇപ്പോൾ എല്ലിൽ നിന്ന് ഇറങ്ങി എല്ലിലോട്ട് കയറുന്ന പേശികളുടെ ബലം കുറയുന്നു. ഈ പേശികൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജടകെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ആ അവസ്ഥകളെ മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം എന്നും ഫൈബ്രോമയാൽജി എന്നും നമ്മൾ കുറേ പദങ്ങൾ ഉപയോഗിച്ച് വിവരിക്കുന്നു. ഇതാണ് ഈ നേരത്തെ പറഞ്ഞ അൺഎക്സ്പ്ലെയിൻഡ് ബാക്ക് പെയിൻ ഉള്ള പല യുവത്വമുള്ള പേഷ്യൻസിനുള്ള അസുഖം. അത് വരുമ്പോഴത്തേക്കും വൈറ്റമിൻ ഡി, ഞാൻ അതിന്റെ അർത്ഥം ഈ പറയുന്ന പേഷ്യൻസ് എല്ലാവർക്കും വിറ്റമിൻ ഡി കൊണ്ട് മാത്രമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇതൊരു പ്രത്യേകതരം വിഭാഗം ഉണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവരെ ചികിത്സിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത ഗുണം കിട്ടി എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അപ്പോൾ അത് വൈറ്റമിൻ ഡി കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ബാക്കി ഗുളികകളും ചികിത്സകളും ഫിസിയോതെറാപ്പി എല്ലാം കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഗുളിക കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ട് പോവുക. കാരണം സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്നില്ല, നമ്മുടെ ജീവിതശൈലി അങ്ങനെ ആയതുകൊണ്ട്, എയർ കണ്ടീഷൻ റൂമിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നില്ല, നമുക്ക് കറക്റ്റായിട്ട് ബോഡി എക്സ്പോസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് വൈറ്റമിൻ ഡി കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരു വേദനയ്ക്കുള്ള ഗുളിക കൊടുത്തിട്ട് വേദന സംഹരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഫലപ്രദമായിട്ട് വൈറ്റമിൻ ഡി കൊടുത്തുകൊണ്ട് മാത്രം വേദന ഒത്തിരി സംഹരിച്ച എത്രയോ രോഗികളുണ്ട്.